ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ ആകുലുൽ ലഹ്മ ഫി ശഹരി ഇല്ലാ മറ, ഞാൻ മാസത്തിൽ ഒരിക്കലേ മാംസം തിന്നു. ഖുദ്വതൻ ബിസ്വാഹിബൈ, എൻ്റെ രണ്ട് കൂട്ടുകാരായ റസൂലുള്ളാഹി തങ്ങളും സിദ്ദീഖും മാസത്തിൽ ഒരു തവണയേ മാംസം കഴിച്ചിരുന്നുള്ളൂ, ഞാനും അങ്ങനെയേ കഴിക്കൂ എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാസത്തിൽ ഒരു ദിവസം മാംസം കഴിക്കാൻ നടക്കുമോ? നടക്കൂലല്ലേ? എത്ര കല്യാണം ഉണ്ടാവും ഒരു മാസം തന്നെ? അപ്പൊ ഉള്ളത് മുഴുവൻ നമുക്ക് കഴിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ കഴിക്കാതെ വേറെ വിശക്കുന്നോ കഴിച്ചു പോയിക്കോട്ടെ, ആവശ്യത്തിന് കഴിച്ചാൽ പോരെ. മാംസം കഴിച്ച് 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 നമ്മുടെ ശരീരം തളർന്നു പോവാണ്, അസുഖങ്ങൾ വന്നു വിടുകയാണ്. പുണ്യ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രണ്ടും കൂടെ ഒരു ദിവസം കഴിച്ചിട്ടില്ല എന്നാണ്. രണ്ട് മെയിൻ കോഴ്സ് ഭക്ഷണം, മുഴുവനായി വലിയ ഒരു ഭക്ഷണം നമ്മൾ ഉച്ച കഴിക്കുന്നു, അതുപോലെ രാത്രിയും കഴിക്കുന്നു. ഹത്താ ലഹഖ ബില്ലാഹ്. ഹഫ്സ ബീവിയോട് ചോദിക്കുകയാണ്, ഹഫ്സ ബീവി, നീ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച മോളല്ലേ മോളെ? റസൂലുള്ളാഹിന്റെ വീട്ടിലല്ലേ നീ ജീവിച്ചത്? നിന്റെ ഭർത്താവ് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഹൽ ജമഅ ബൈന അശാഇൻ വഗദാ ഹത്താ ലഹഖ ബില്ലാഹ്. ഹബീബ് വഫാത്താകുന്നവരെ രാത്രിയിലും ഉച്ചക്കും രണ്ടു നേരം നബി തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? ലാ യാ അബതി ഇല്ല ഉപ്പ. അപ്പോ ഉച്ചക്ക് നന്നായി ഭക്ഷണം കഴിക്കുകയാണോ? രാത്രി വളരെ കുറച്ച് മതി, വളരെ ചെറുത് മതി. ഉച്ചക്ക് തീരെ കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ലേ, എന്നാ പിന്നെ വൈകുന്നേരം ഇച്ചിരി കഴിച്ചോളൂ, കുഴപ്പമില്ല. നമ്മുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നത് പോലും, നമ്മുടെ ഭക്ഷണ ശീലങ്ങളിൽ പോലും ഹബീബിന്റെ സുന്നത്ത് കിടക്കുക. ഞാൻ പറഞ്ഞത് 2 കിൻഡലും 3 കിൻഡലും ഒക്കെ ഇറച്ചി വാരി കൊടുക്കുന്നു എന്ന് മേന്മ പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ അടുത്ത് കൂലി കിട്ടാനാണെങ്കിൽ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്തോളൂ, പെരുമയ്ക്ക് വേണ്ടി ചെയ്യല്ലേ.